ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകേണ്ട മനുഷ്യൻ, ദാതാവിങ്കിലേക്ക് തിരികെ പോകേണ്ട മനുഷ്യൻ, അവന്റെ ആത്മാവ് അതിനും പറയാണ്, അവൻ വിഫലമായി മനുഷ്യ ദൈവങ്ങളെ മെനയുന്നു. വിഫലമായിട്ട് ഇതേ മണ്ണിൽ നിന്ന് തന്നെ വ്യാജ ദൈവത്തെ മെനയുക. അവന്റെ ആത്മാവ് തിരിച്ചു പോകാൻ സന്നദ്ധമല്ലാത്ത രീതിയിൽ ഈ ലോകവുമായിട്ട് കെട്ടുപണഞ്ഞ് കിടക്കുക. അവൻ മണ്ണിൽ നിന്നും വ്യാജ ദൈവത്തെ മെനഞ്ഞുകൊണ്ടിരിക്കുക ഈ ലോകത്തിൽ നിന്നും. സത്യമാണ്. നമുക്കൊക്കെ ഇന്ന് ദൈവം എന്താന്ന് ചോദിച്ചാൽ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം നടക്കുക. കുമ്പസാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പയ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് പ്രാർത്ഥിക്കാൻ വന്ന അവൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ എനിക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ വിശ്വാസ മേഖലയിൽ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. എന്താ? അവന് ഫുട്ബോൾ പ്ലേയേഴ്സിനെയാണ് ആരാധിക്കുന്നത്. പള്ളിയിൽ പോകുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, ഞായറാഴ്ച കുർബാനയില്ല, സന്ധ്യാപ്രാർത്ഥനയില്ല, ഒന്നുമില്ല, പ്രാർത്ഥനയില്ല. പക്ഷെ അവന് ആരാധനയുണ്ട്. എന്തിനോടാ? ഫുട്ബോൾ പ്ലേയേഴ്സിനോടാ. അവന്റെ ആരാധന വിഷയം ഫുട്ബോൾ പ്ലെയറാണ്. നമുക്കൊക്കെ ചിലപ്പോ വ്യാജ ദൈവങ്ങളെ ഈ മണ്ണിൽ നിന്ന് മെനഞ്ഞുകൊണ്ടിരിക്കുക. ചിലർക്ക് സമ്പത്താണ് ദൈവം. അത് സ്വന്തമാക്കാൻ വേണ്ടി, അത് സമ്പാദിക്കാൻ വേണ്ടി, അത് ജീവിതത്തിന്റെ ഭാഗമാകാൻ വേണ്ടി എന്തു വേണേലും ചെയ്യും. രാപ്പകലില്ലാതെ കഷ്ടപ്പെടും, ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെടും, വിദേശത്തും വിദൂരത്തും പോയി കടന്ന് ഏതറ്റം വരെ കഷ്ടപ്പെടും. എന്താണ്? സമ്പത്ത് ചിലരുടെ ദൈവമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പനെ തല്ലിയിട്ടാണേലും, അമ്മയെ കൊന്നിട്ടാണെങ്കിലും, ഭാര്യയെ കൊന്നിട്ടാണെങ്കിലും, മക്കളെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ഏതറ്റം വരെ പോകും. കാരണം എന്താ? ചിലർക്ക് സമ്പത്ത് ദൈവങ്ങളായിട്ട് മാറി. ാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഈ ജ്ഞാനം നമുക്കുണ്ടാകണം. ഈ ലോകത്തിൽ ഒന്നും നമ്മളെ ദൈവങ്ങളായി കണ്ട് ആരാധിക്കേണ്ടതല്ല. ഈ ലോകത്തിൽ നിന്നും ഒരു വ്യാജ ദൈവത്തെയും നമ്മൾ മെനയരുത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം മറ്റൊന്നിനും ഈ ലോകത്തിൽ നമ്മൾ കൊടുക്കരുത്. വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ സ്ഥാനമാനങ്ങൾക്കോ ഒന്നിനും ഈ ലോകത്തിൽ കൊടുക്കരുത്. അത് ഈ മണ്ണിൽ നിന്നും നമ്മൾ വിഫല ദൈവങ്ങളെ മെനയുന്നതിന് തുല്യമാണ്. ഫലമില്ലാത്ത ദൈവങ്ങൾ ഇതിനും കൂട്ടിച്ചേർക്കുന്നതാണ്. തനിക്ക് മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നില്ല. നമ്മൾ പലരും ചിന്തിക്കാത്തതും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തതുമായ വിഷയമാണ് പറയുന്നത്. അവന് മരണമുണ്ടെന്നോ അവന്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നേയില്ല. ഇതും കൂടി ഇടയ്ക്ക് ചിന്തിക്കുന്നല്ല, ഇതുകൂടെ ഇടയ്ക്ക് ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത് നല്ലതാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ തിരികെ പോകേണ്ടവരാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുക.